നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടൻ സിദ്ദിഖിനെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. കാവ്യ മാധവനും റിമി ടോമിക്കുമൊപ്പം ഈ സിദ്ദിഖിനെയും പോലീസ് സംശയിക്കുന്നുണ്ട്. ദിലീപുമായി ചില ബിസിനസ് ഇടപാടുകൾ സിദ്ദിഖിനുമുണ്ടെന്ന് പോലീസിന് സംശയമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇടപെടൽ. അമ്മയുടെ യോഗത്തിനെത്തിയ നടിമാരെ ചിലർ ഭീഷണിപ്പെടുത്തിയതും അസഭ്യം പറഞ്ഞതും വാർത്തയായിരുന്നു. ഇതിന്റെ നിജസ്ഥിതിയും സിദ്ദിഖിനോട് പോലീസ് തിരക്കും. ദിലീപും സിദ്ദിഖുമായി അടുത്ത സൗഹൃദമുണ്ടെന്ന് പോലീസ് തിരിച്ചറിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച ചില നിർണായക തെളിവുകളാണ് ഇതിന് സഹായമായത് എന്ന് പറയുന്നു. കഴിഞ്ഞ 3 മാസമായി ഈ വ്യക്തി പോലീസ് നിരീക്ഷണത്തിലാണ്. ദിലീപിന്റെ അറസ്റ്റിന് ശേഷമുള്ള ഈ പ്രമുഖന്റെ നീക്കങ്ങളാണ് പോലീസിൽ സംശയം ജനിപ്പിച്ചതെന്ന് പറയുന്നു. ദിലീപിനെ ആലുവ പോലീസ് ക്ലബിലെത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവിടെ എത്തിയ ഏക നടൻ സിദ്ദിഖായിരുന്നു. ദിലീപിനെ കൂട്ടിക്കൊണ്ടുപോയതും സിദ്ദിഖ് തന്നെ. എന്തുകൊണ്ട് സിദ്ദിഖ് ഇതിന് തയ്യാറായി എന്ന അന്വേഷണമാണ് നിർണായകമായത്. കാവ്യ മാധവനെ ചോദ്യം ചെയ്തപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു എന്നും സൂചനയുണ്ട്. ആക്രമണം തുടങ്ങിയപ്പോൾ മുതൽ ഇയാൾ നടിക്കൊപ്പമുണ്ടെന്ന് വിശ്വസിപ്പിക്കുകയും എന്നാൽ ദിലീപിനെ സംശയിക്കുന്ന തരത്തിൽ ഒരു വാക്കുപോലും പറയാതിരിക്കുകയും ചെയ്തു. ദിലീപ് ജയിലിലായ ശേഷം പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ ഈ പ്രമുഖന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതും ചില റിപ്പോർട്ടുകളുണ്ട്. ആക്രമിക്കപ്പെട്ട നടിയോട് ഈ നടന് പകയുണ്ടായിരുന്നതായും പറയുന്നു. പൾസർ സുനിയുമായി നല്ല അടുപ്പമുണ്ട് എന്ന സൂചനയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യൽ. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായേക്കും. അപ്പുണ്ണിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്നലെ തള്ളിയിരുന്നു. അപ്പുണ്ണി ഹാജരായാൽ അറസ്റ്റ് ഉറപ്പാണ്. സിദ്ദിഖും സിനിമാ ലോകവുമായുള്ള പോലീസിന്റെ സംശയമെല്ലാം ഇതോടെ മാറും. അതിനുശേഷം സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ വിളിക്കാനാണ് സാധ്യത. കാവ്യയും റിമി ടോമിയെയും വീണ്ടും ചോദ്യം ചെയ്യാനും അപ്പുണ്ണിയുടെ മൊഴി കിട്ടിയ ശേഷം തീരുമാനിക്കും. അതേസമയം പൾസർ സുനിക്ക് കത്തെഴുതി നൽകിയ വിപിൻ ലാലിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ദിലീപ് അറസ്റ്റിലായതിനു ശേഷം അപ്പുണ്ണിയെ ആരും കണ്ടിട്ടില്ല. ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘം സംസ്ഥാനത്തിനകത്തും പുറത്തും തിരഞ്ഞെങ്കിലും ഒരു തുമ്പും ലഭിച്ചില്ല. ഇതിനിടെയാണ് മുൻകൂർ ജാമ്യത്തിനായി അപ്പുണ്ണി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരുന്നു മുൻകൂർ ജാമ്യം തള്ളിയ കോടതിയുടെ നിർദ്ദേശം. ഈ സാഹചര്യത്തിൽ അപ്പുണ്ണി ഇന്ന് തന്നെ ഹാജരാകുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അപ്പുണ്ണിയെയും ദിലീപിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചതോടെയാണ് ഇയാൾ ഒളിവിൽ പോയത്. ദിലീപ് പൾസർ സുനിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴും പൾസർ ദിലീപിനെ ഫോൺ വിളിച്ചപ്പോഴും ഒപ്പമുണ്ടായിരുന്നത് അപ്പുണ്ണിയാണ്. അതുകൊണ്ട് തന്നെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ മാനേജറിൽ നിന്ന് അറിയാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. നിലവിൽ ഈ കേസിൽ അപ്പുണ്ണി പ്രതിയല്ല. കേസിലെ 9ാം പ്രതി വിഷ്ണുവുമായി അപ്പുണ്ണി നേരിട്ട് സംസാരിച്ചതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിനുണ്ട്. ഇതിനൊപ്പം ദിലീപിന്റെ എല്ലാ ഇടപാടുകളും അപ്പുണ്ണിക്ക് അറിയാം. കാവ്യയും റിമിയെയും കൊടുക്കാനുള്ള തെളിവുകളും അപ്പുണ്ണിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യ മാധവനും സംശയ നിഴലിലാണ്. കേസിൽ മുഖ്യപ്രതിയായ പൾസർ സുനി അറിയില്ലെന്നാണ് കാവ്യ മൊഴി നൽകിയത്. എന്നാൽ പൾസർ ഓടിച്ച കാറിൽ കാവ്യ യാത്ര ചെയ്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ദിലീപും കാവ്യയും അവസാനം ഒരുമിച്ച് അഭിനയിച്ച പിന്നെയും എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി ഉണ്ടായിരുന്നതായും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം.